നമ്മൾ തൃശ്ശൂർ വന്നപ്പോഴാട്ടോ ദച്ചൂസിൻ്റെ പാദസരം മാറ്റണമല്ലോ എന്ന് ആലോചിച്ചേ. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ഹൈലൈറ്റ് മാളിൽ പോയപ്പോൾ അവളൊന്ന് ജസ്റ്റ് വീണു. വീണപ്പോൾ അവളുടെ പാദസരം ഒന്ന് ചെറുതായിട്ടൊന്ന് വിളങ്ങി ആ ഇതൊക്കെ ഒന്ന് പോന്നു കേട്ടോ. അപ്പോൾ അത് പണ്ടേ പോകുന്നതായിരുന്നു, ഇപ്പോൾ ഫുള്ളായിട്ട് പൊട്ടി പോന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് പിന്നെ പാദസരം മാറ്റണമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ഈ ജ്വല്ലറി റോട്ടിൽ വന്നപ്പോൾ ആ വഴി വന്നപ്പോൾ നമ്മൾ പാദസരം മാറ്റാനായിട്ട് കയറിയിട്ടോ. കുറേ പാദസരങ്ങൾ നോക്കി, പക്ഷേ ദച്ചു പറഞ്ഞു എനിക്ക് ചേച്ചിയുടെ പോലത്തെ പാദസരം മതി എന്ന് പറഞ്ഞിട്ട് കുഞ്ഞ് പാദസരമായിട്ട് ദച്ചൂസിൻ്റെ എടുത്തത്. അവൾക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം കഴിഞ്ഞ തവണ നമ്മൾ നാട്ടിൽ വന്നപ്പോൾ ധ്രുവക്കുട്ടീൻ്റെ പാദസരം പൊട്ടിയിരുന്നു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ പറഞ്ഞു ഓക്കെ അവൾക്ക് മാറ്റാമെന്ന് വെച്ചിട്ട് നമ്മൾ മാറ്റിയപ്പോൾ ചെറിയ പാദസരമായിട്ടോ മേടിച്ചത്. അവൾ സ്കൂളിൽ പോകുമല്ലോ, അവൾക്ക് ചെറുത് മതി പറഞ്ഞിട്ട് അങ്ങനത്തെ മേടിച്ചു കേട്ടോ. അപ്പോൾ ദച്ചൂസ് ഇപ്പോൾ പറഞ്ഞു എനിക്ക് ചേച്ചിയുടെ പോലത്തെ മതി എന്ന് പറഞ്ഞിട്ടാട്ടോ ദച്ചൂസിന് അതേപോലെ തന്നെ നമ്മൾ നോക്കി മേടിച്ചത്. അത് കണ്ടപ്പോൾ ധ്രുവയുടെ മുഖം പോയി, കാരണം അവൾക്കിപ്പോൾ പുതിയ പാദസരം എനിക്ക് മേടിച്ചില്ലല്ലോ. അത് എപ്പോഴും ആണല്ലോ, 2 പിള്ളേർക്കും ഒരുപോലെ എപ്പോഴും നമ്മൾ മേടിക്കുന്നത് കൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു കോംപ്ലക്സ് വരുമ്പോൾ അവൾക്ക് മാത്രം മേടിച്ചു കൊടുത്തു, എനിക്ക് വന്നില്ല മേടിച്ചില്ല എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഉണ്ടാവും കേട്ടോ. കഴിഞ്ഞ തവണ ധ്രുവക്കുട്ടിക്ക് പാദസരം മേടിച്ചപ്പോഴും ഇതന്നെയായിരുന്നു ദച്ചൂസിൻ്റെ ഒരവസ്ഥ. അപ്പോൾ ഇപ്പോൾ നേരെ തിരിച്ചായിരുന്നേ ഉള്ളൂ കേട്ടോ. എന്തായാലും ദച്ചൂസിൻ്റെ പാദസരം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളിത് മേടിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ തൃശ്ശൂർ ജ്വല്ലറി റോഡിൽ നിന്നാണ് പാദസരം മേടിച്ചത്. ഒരു കുട്ടിയാണ് ഭയങ്കര സങ്കടമായിട്ട് ആൾക്ക് പുതിയ പാദസരം കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ അടുത്ത പ്രാവശ്യം പൊട്ടുമ്പോൾ വേറെ മേടിക്കാമെന്നൊക്കെ പറഞ്ഞ്